കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.എസ്.ആർ.ടി.സി വാർത്തകളിൽ നിറഞ്ഞത് തിരുവനന്തപുരത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് കോർപ്പറേഷനിൽ ഓടേണ്ട വണ്ടികൾ പുറത്തേക്ക് സർവീസ് നടത്തുന്നു എന്ന കാര്യത്തിൽ കോർപ്പറേഷൻ മേയർ ഗതാഗത മന്ത്രി തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊന്ന് കത്തി. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു പാവം കെ.എസ്.ആർ.ടി.സി ബസ് പെട്ടുപോയ ഒരു കാര്യമാണ്. കെ.എസ്.ആർ.ടി.സി സർവീസിനെ ചൊല്ലി LDF UDF പ്രവർത്തകർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. മൂവാറ്റുപുഴയിൽ നിന്നും ആരംഭിച്ച ബസിന്റെ അവകാശത്തെ ചൊല്ലിയാണ് ഈ തർക്കം. ആ തർക്കം എന്തായിരുന്നു കാണും. ഈ റൂട്ടില് ആദ്യമായിട്ടാണ് കെ.എസ്.ആർ.ടി.സി വരുന്നത്. അപ്പൊ അത്രയും നല്ല സന്തോഷകരമായ അവസരത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനുശേഷം അവർക്ക് സ്വീകരണം നൽകണമെന്ന ഒരു അവസരം സ്വീകരണം നൽകി. സ്വാഭാവികമായിട്ടും അവർക്ക് ബാനർ കെട്ടണമെന്ന് ബാനറും കെട്ടിയാൽ വന്നു. പിന്നെ ഒരു ബസിന്റെ ഈ എയർപോൾ അടച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ കെ.എസ്.ആർ.ടി.സിക്കാർ തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദീർഘമായിട്ട് പോകുന്ന സമയത്ത് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും ഇത് ആരുടെ നേട്ടമാണെന്ന് ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കടിപിടി മുട്ടുന്ന അല്ലെങ്കിൽ ഇതുപോലെ നിസ്സാരമായി പ്രവർത്തിക്കുന്ന ആളുകളെ അങ്ങേറ്റം പുച്ഛത്തോടു കൂടി ഇതിനെ കാണത്തുള്ളൂ. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല. സർവീസിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം എത്രത്തോളം പോയെന്ന് അരുൺ ശങ്കർ പറഞ്ഞു. മൂവാറ്റുപുഴയിൽ നിന്ന് കല്ലൂർക്കാട് വഴി തൊടുപുഴയ്ക്കുള്ള കെ.എസ്.ആർ.ടി.സിയുടെ ആദ്യ സർവീസ് തന്നെ കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. ഈ ബസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അവകാശ തർക്കമാണ് ഈ കയ്യാങ്കളിയിലേക്ക് പോയത്. സർക്കാരിൻ്റെ നേട്ടമാണെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ അവകാശപ്പെട്ടപ്പോൾ സ്ഥലം എം എൽ എ UDFൻ്റെയാണ് മാത്യു കുഴൽനാടൻ. അപ്പോൾ അവരുടെ നേട്ടമായിട്ട് അവരും അവകാശപ്പെട്ടു. എന്തായാലും കുഴൽനാടൻ പറയുന്നത് ആദ്യമായിട്ടാണ് ആ റൂട്ട് വഴി ഒരു കെ.എസ്.ആർ.ടി.സി സർവീസ് തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ അത് ഈ രീതിയിലല്ല അത് സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിലുള്ള വെറും ഇടുങ്ങിയ അവകാശ തർക്കങ്ങളിലേക്കല്ല കൊണ്ടുചെന്ന് എത്തിക്കേണ്ടിയിരുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സർവീസ് തുടങ്ങുമ്പോൾ ആ രീതിയിൽ അവരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇത് ഞങ്ങളുടെ നേട്ടമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദാരമായ മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്നൊക്കെ രീതിയിൽ ഈ അവകാശത്തിന് വേണ്ടി പോരടിക്കുന്നത് നല്ല രീതിയല്ല. സർക്കാരുകളെയും ജനപ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നതും ഒക്കെ അത് ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഉത്തരവാദിത്വം നിർവഹിക്കും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം ഈ രീതിയിൽ ഇതെല്ലാം ഞങ്ങളുടെ എന്തോ ദയയാണ് എന്ന രീതിയിൽ അവകാശപ്പെടുന്നത് അതൊട്ടും ശരിയായ നിലപാടല്ല. ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ ഉള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. രണ്ട് ഭാഗത്തും അവരവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും. അത് വേണമല്ലോ. എന്ത് വൃത്തികേടും ന്യായീകരിക്കാനുള്ള ശേഷിയും ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. തെറ്റു പറയുന്നില്ല. പക്ഷേ ഇമാതിരി അഭ്യാസങ്ങളൊക്കെ വേണോ എന്ന് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒന്ന് ആലോചിക്കണം. അധികാരം നേടണം, ഭരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. തെറ്റല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും വോട്ടുറപ്പിക്കാനുള്ള നിങ്ങളുടെ ഉപാധിയുമാണ്. അതും ഒരു കുഴപ്പവുമില്ല. ജനങ്ങൾ അതൊക്കെ അംഗീകരിക്കും. പക്ഷെ ക്രെഡിറ്റ് കിട്ടാൻ അടിയും പിടിയും ഇതുപോലെയുള്ള നിലവാരം കുറഞ്ഞ പരിപാടികളൊക്കെ ബോറല്ലേ? ഒന്നടങ്ങും. ജനങ്ങളെല്ലാം കാണുന്നു.